അങ്ങനെ അരിയൊക്കെ ഗ്രൈൻഡറിൽ അരയ്ക്കാനിട്ടിട്ട് ഞാൻ വേഗം അടിച്ചു വരാനിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അലക്കാൻ നിൽക്കാൻ. ഈ ഒരു ടൈമിലൊക്കെ വെയിലില്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തെളിവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തിരുമ്പാനൊക്കെ പറ്റിയ സമയമായിരുന്നു. പക്ഷേ ഉള്ളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പാൻ നിൽക്കാം എന്ന് വിചാരിച്ചില്ല. എന്നുണ്ടെങ്കിൽ ആകെ നനയും. പിന്നെ നനഞ്ഞ രീതിയിൽ ഉള്ളിലൊക്കെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ അരിയൊക്കെ നന്നായിട്ട് അറിഞ്ഞ് ഒരു സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തു. എത്രയൊക്കെ വലുതായി കഴിഞ്ഞാലും ഇതേപോലത്തെ ഈ ഗ്രൈൻഡറിലൊക്കെ ഇങ്ങനെ കൈ ഇതാക്കി കളിക്കാനും മാവ് കൈമക്കടൊക്കെ ആക്കാനൊക്കെ നമുക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കളൊക്കെ കൈയിട്ട് കളിക്കാൻ വന്നാൽ ഞാൻ ഓടിച്ചു വിടും കേട്ടോ. പക്ഷേ എന്നിട്ട് ഞാൻ കളിക്കുകയും ചെയ്യും. അങ്ങനെ മാവ് ഇതാ ലാസ്റ്റ് സ്റ്റെപ്പും കൂടിയും അരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഫാദുകുട്ടിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറ് അവൾ പകുതി മുക്കാലും അവിടെ തന്നെ വെച്ചു. എനിക്കാണെങ്കിൽ നല്ല വിശക്കണമുണ്ട്, ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും മാവൊക്കെ അരഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മാവ് ഒന്ന് കൂട്ടി വെച്ച ശേഷം ചോറ് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാവിൽ കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൂട്ടി വെച്ചു. പിന്നെ നമ്മൾ പരിപ്പും കുമ്പളങ്ങയും വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടു. എന്നിട്ട് ഞാൻ വേഗം ചോറ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ച ശേഷം പിന്നെ ഇതാ തിരുമ്മാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറാനൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി തിരുമ്മലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേഗം പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട്.